ഒരേ സമയം തന്നെ അത്ഭുതവും പേടിയും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു കാഴ്ച കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഡെത്ത് റെയിൽവേയിലെ യാത്രയ്ക്ക് ശേഷം കാഞ്ചനൂര് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി അടുത്ത് കണ്ടൊരു കടയിൽ നിന്ന് ഉച്ചക്കലത്തേക്കുള്ള ഫുഡും പാഴ്സൽ ചെയ്ത് വാങ്ങിച്ച് ഹോട്ടൽ ലക്ഷ്യമാക്കി നടന്നു. നേരെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ ദിവസം താമസത്തിനേക്കാൾ കുറച്ചുകൂടെ വലിയ റൂമാണ് ഇത്തവണ എടുത്തത്. ഫുഡും കഴിച്ച് ഒന്ന് ഫ്രഷപ്പ് ആയി നേരെ റിവർ കോയി ബ്രിഡ്ജ് കാണാൻ വേണ്ടി പുറപ്പെട്ടു. ഈ സമയത്താണ് നംടോക്കിലേക്കുള്ള അവസാനത്തെ ട്രെയിൻ വരുന്നത്. നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല തിരക്കാണ് ഈ സമയത്ത്. ട്രെയിൻ പോയതിനു ശേഷം ഒരു ഗ്രാബ് ടാക്സി എടുത്തിട്ട് നമ്മൾ നേരെ പോയത് കാഞ്ചനപുരി സ്കൈ വാക്ക് കാണാനാണ്. 60 ബാത്തായിരുന്നു എൻട്രി ഫീസ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നേരെ സ്കൈ വാക്കിലേക്ക്. അകത്ത് കയറിയപ്പോൾ ഉടനെ അവരൊരു ഷൂ കവർ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഷൂ കവർ ഇട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പ്രവേശനമുള്ളൂ. ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും കൊച്ചു കുട്ടികൾ വരെ പാട്ടും പാടി ഓടി കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന പേടിയൊക്കെ എങ്ങോട്ടോ പോയതുപോലെ. ബ്രിഡ്ജിന് മേളിൽ നിൽക്കുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. ക്വായ് നദിയിൽ കൂടെ ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് ചെറിയ ചെങ്ങാടം പോലുള്ള പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. കുറച്ചു നേരം ഗ്ലാസ് ബ്രിഡ്ജിന്റെ കാഴ്ചകളും താഴത്തെ ഫുഡ് സ്ട്രീറ്റിലെ തിരക്കും ഒക്കെ കണ്ട് നമ്മൾ അവിടെ തന്നെ നിന്നു. വൈകിട്ട് 6:30 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. അവരുടെ ക്ലോസിംഗ് ടൈം ആയപ്പോൾ തന്നെ നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നായി. സ്കൈവാക്കിൽ നിന്നപ്പോൾ തന്നെ ഇവിടെ നിന്നുള്ള മണം കൊണ്ട് വായിൽ കപ്പൽ ഓടുന്നുണ്ടായിരുന്നു. സീ ഫുഡ് ഐറ്റംസും മീറ്റ് ഐറ്റംസും സ്നാക്സും ജ്യൂസും ഒക്കെ തുടങ്ങി നമുക്ക് തന്നെ കൺഫ്യൂഷനായി എവിടെ നിന്ന് തുടങ്ങണമെന്ന്. ഒരു ചേച്ചി കസ്റ്റാർഡ് റോൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. തുടക്കം ഇവിടെ നിന്നാവട്ടെ എന്ന് വിചാരിച്ച് 10 ബാത്തിന് 5 റോള് വാങ്ങിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തത് ചിക്കൻ മിനി ബർഗറാണ് കഴിച്ചത്. ടേസ്റ്റ് വൈസ് വലിയ കുഴപ്പമില്ലായിരുന്നു. അടുത്തത് എന്ത് ട്രൈ ചെയ്യണമെന്ന് ആലോചിച്ച് കുറച്ചു നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നപ്പോഴാണ് ഈ ചേച്ചിയെ കണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ എങ്ങൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തൊരു ഐറ്റം ആയിരുന്നു ഇത്. ഒരു ലേസ് പൊട്ടിച്ച് അതിനകത്ത് നമുക്ക് വേണ്ടുന്ന വെജീസും മീറ്റ് ഐറ്റംസും ഒക്കെ ഇട്ട് മയോയും സോസും ഒക്കെ മിക്സ് ചെയ്ത് തരും. അതൊരു 1.5 ഐറ്റം ആയിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് ഇത്തിരി നേരം മാറി ആസ്വദിച്ചിരുന്നു കഴിച്ച്. ഇവിടുന്ന് കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതും കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നടന്നപ്പോഴത്തേക്കും മാല വള കമ്മലൊക്കെ നിൽക്കുന്ന ഒരു കട ഉണ്ട്. പിന്നെ പറയേണ്ടല്ലോ, അവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടു. ഇനി കുറച്ച് ജ്യൂസ് ആകാം. ഈ ഒരു കൊച്ചു സുന്ദരിയുടെ കയ്യിൽ നിന്ന് ഒരു കരിമ്പിൻ ജ്യൂസ് കൂടി വാങ്ങിച്ചു കുടിച്ച് വീണ്ടും ഫുഡ് സ്ട്രീറ്റിൽ കൂടി തേരാപ്പാര നടന്ന് ഒരു പിസ്സ കട കണ്ടപ്പോഴത്തേക്കും എന്തോ ഞങ്ങളറിയാതെ തന്നെ സ്റ്റോപ്പ് ഇട്ടു. ഒരു സ്ലൈസ് ചീസി സ്പിനാച്ച് പിസയും ഒരു ഡബിൾ ചീസും വാങ്ങിച്ചു. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പിസ്സ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള ടേസ്റ്റ് ആയിരുന്നു അതിന്. പിന്നെയും എന്തൊക്കെയോ വാങ്ങി കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വയറ്റിൽ ഒരു തെല്ല് സ്ഥലമില്ലാഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത് കണ്ട ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ രാത്രികാല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഒരു ഗ്രാബും ബുക്ക് ചെയ്ത് തിരിച്ച് ഹോട്ടലിലേക്ക്